ഒടുവിൽ പറഞ്ഞൊരു കാര്യം, ഈ മലപ്പുറം ജില്ല വിഭജിക്കണം എന്നതിനെക്കുറിച്ചൊരു പരാമർശം ഇവിടെ വരികയുണ്ടായി. എന്നെക്കുറിച്ചുള്ള ഒരു അവകാശവാദം, ഈ മലപ്പുറം ജില്ല വിഭജിക്കണം എന്നൊരു ആശയം എനിക്ക് തോന്നുന്നു പബ്ലിക് ഫോറത്തിൽ ആദ്യമായിട്ട് പറഞ്ഞ ഒരാൾ ഞാനാണ്. അത് 2001-02 മലപ്പുറത്ത് MSF നടത്തിയ ഇതേമാതിരി ഒരു സെമിനാർ. അതൊരു വിദ്യാഭ്യാസ സെമിനാറായിരുന്നു. അന്ന് അതിനിപ്പം ഒന്ന് വെറുതെ ഓർത്തു പോയതാണ്. ഈ മലപ്പുറം എന്ന് പറയുമ്പോൾ നമ്മളെ ഈ വിഷയവുമായിട്ട് ചില ബന്ധം അതിനുണ്ട്. കേരളത്തിൽ ഇപ്പം CPM കാവി അണിയുന്ന നവമാർക്സിസം എന്ന് പറയാൻ പാടില്ല എന്ന് ഉമേഷ് ബാബു പറഞ്ഞു. അപ്പോൾ അതേക്കുറിച്ചുള്ള CPM-ൻ്റെ ഹിന്ദുത്വ സമീപനങ്ങൾ, ഇടതുപക്ഷ ഹിന്ദുത്വം എന്നൊരു പ്രയോഗം ഞാൻ കുറച്ച് മുമ്പ് നടത്തിയതിൻ്റെ പേരിൽ ഭയങ്കര ബഹളം ഉണ്ടായിരുന്നു. CPM-ൻ്റെ ഈ പറയുന്ന ഹിന്ദുത്വ സമീപനങ്ങളെക്കുറിച്ചിട്ടുള്ള വിമർശനങ്ങൾ വരുമ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന ഒരാശയമുണ്ട്. അതിലൊന്ന്, നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ല ഞങ്ങളല്ലേ ഉണ്ടാക്കിയത് എന്ന് പറയും. ശരിയാണ്, EMS മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് മലപ്പുറം ജില്ല ഉണ്ടായത്. പക്ഷെ അതിൽ വേറൊരു വസ്തുതയുണ്ട്. മുസ്ലിം ലീഗ് ആ ഭരണകൂടത്തിൻ്റെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ CH മുഹമ്മദ് കോയ അതിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അതൊരു CPM-ൻ്റെ അവകാശവാദമാണ് എന്ന് പൂർണ്ണമായിട്ട് പറയാം, CPM-ൻ്റെ ഒരു സംഭാവനയാണ് എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ഇനി ഇതിലെ എൻ്റെ പ്രശ്നം അതല്ല. ഇത് മുസ്ലിം ലീഗ് ഇല്ല, CH ഇല്ല, CPM തന്നെയാണ്, CPM ഒറ്റയ്ക്കാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചതെന്ന് വിചാരിക്കുക. അതെങ്ങനെയാണ് ഒരു സവിശേഷമായ അവകാശവാദമായിട്ട്, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തോട് സ്വീകരിച്ചിട്ടുള്ള എന്തോ ഒരു സവിശേഷ ആനുകൂല്യമായിട്ട് പറയാൻ കഴിയുക? അങ്ങനെ പറയുകയാണെങ്കിൽ 13 ജില്ലകൾ ഉണ്ടാക്കിയത് ഹിന്ദുക്കളോടുള്ള എന്തോ ഒരു സവിശേഷ ആനുകൂല്യമാണെന്ന് പറയേണ്ടി വരില്ലേ? ഈ മലപ്പുറം ജില്ല ഉണ്ടാക്കിയത് മുസ്ലിങ്ങൾക്കുള്ള എന്തോ ഒരു സംഗതിയാണ്, അവരോട് ചെയ്ത സേവനമാണെങ്കിൽ ബാക്കി 13 ജില്ലയോ? അതെന്താ അങ്ങനെ പറയാത്തത്? കോട്ടയം, ഇത് ക്രിസ്ത്യൻ സമൂഹത്തോട് ഞങ്ങളല്ലേ കോട്ടയം ജില്ല രൂപീകരിച്ചതെന്ന് ആരും പറയാറുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങളല്ലേ ഇടുക്കി രൂപീകരിച്ചതെന്ന് ആരും പറയാറുണ്ടോ? എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ല രൂപീകരണത്തെ എതിർത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം വളരെ പ്രസക്തമായതുപോലെ തന്നെ പ്രസക്തമാണ്. മലപ്പുറം ജില്ല രൂപീകരണം എന്നുള്ളത് എന്തോ ഒരു സവിശേഷമായ ആനുകൂല്യമാണ് എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണ്? ഇതിനെ നമ്മൾ ഡൈസെക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് മനസ്സിലാകുക. അത് മനസ്സിലാകണമെങ്കിൽ ഇപ്പം മലപ്പുറം ജില്ല 1969 രൂപീകരിക്കപ്പെടുന്നത്. 1969 മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെട്ടതിന് ശേഷം കേരളത്തിൽ 4 ജില്ലകൾ വേറെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇടുക്കി, വയനാട്, പത്തനംതിട്ട, കാസർഗോഡ്. നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ ആരെങ്കിലും അവകാശം ഉന്നയിക്കുന്നത് കാസർഗോഡ് ഞങ്ങളല്ലേ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ വയനാട് ജില്ല ഞങ്ങളല്ലേ ഉണ്ടാക്കിയത്, ഇടുക്കി ജില്ല ഞങ്ങളല്ലേ ഉണ്ടാക്കിയത്, പത്തനംതിട്ട ഞങ്ങളല്ലേ? ഇങ്ങനെ ആരും അവകാശവാദം ഉന്നയിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ല രൂപീകരണം ഒരു സവിശേഷമായ അവകാശവാദമായി മാറുന്നത്? എന്തുകൊണ്ടാണ്? മുസ്ലിങ്ങളുള്ള സ്ഥലത്ത് ജില്ല ഉണ്ടാകാൻ പാടില്ലേ? അത് പ്രത്യേകമായി വരുന്നു എന്നത് തന്നെയാണ് അതിലെ പ്രശ്നം. അതുപോലെ തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രൂപീകരണം. അത് സവിശേഷമായി വരുന്നു എന്നതുകൊണ്ട് അതിൻ്റെ തന്നെയാണ് വേറെ പ്രശ്നം. എന്ത്? മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന് പറയുമ്പം കോടിയേരി ബാലകൃഷ്ണൻ മുമ്പ് എനിക്ക് തോന്നുന്നു 4-5 വർഷം മുമ്പ് ഈ മലപ്പുറം ജില്ല വിഭജന ആവശ്യം വിഘടനവാദമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തീവ്ര സംഘടനകളുടെ ആവശ്യമാണെന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ട്. അത്
അതെങ്ങനെയാണ് ഒരു ജില്ല രൂപീകരണം വിഘടനവാദമാവുന്നത്? നമ്മളുടെ ഭരണ സംവിധാനത്തിനകത്ത് ഒരു റവന്യൂ യൂണിറ്റാണ് ജില്ല എന്ന് പറയുന്നത്. നമ്മളുടെ ഭരണ സംവിധാനം സിവിൽ അഡ്മിനിസ്ട്രേഷനകത്ത് ഒരു പുതിയൊരു യൂണിറ്റ്, ഒരു റവന്യൂ യൂണിറ്റ് കൊണ്ടുവരുന്നു എന്നതെങ്ങനെയാണ് തീവ്രവാദമാവുന്നത്? എങ്ങനെയാണ് വിഘടനവാദമാവുന്നത്? ഇത് നിങ്ങൾക്ക് മനസ്സിലാണ്. വേറൊരു ഇതാണ്, മുമ്പ് കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്ത് അന്ന് പഞ്ചായത്ത് മിനിസ്റ്ററായിരുന്ന MK മുനീറായിരുന്നു. അന്ന് കുറേ അധികം മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും രൂപീകരിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാവും ചിലപ്പോൾ. അത് വലിയ വിവാദമായി. ഞാനന്ന് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കോടതിയിലൊക്കെ പോയി. കോടതിയിൽ പോയിട്ട് അവസാനം കോടതി തന്നെ അതിലെന്തൊക്കെയോ ചില ഈ സാങ്കേതികമായ പിഴവുകളുണ്ടായിരുന്നു അതിൻ്റെ ഓർഡർ ജിയോ ഉണ്ടാക്കുന്നതിലും കാര്യങ്ങളിലൊക്കെ. കോടതി എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് റദ്ദ് ചെയ്തു. അത് റദ്ദ് ചെയ്താൽ മുനിസിപ്പാലിറ്റികൾ രൂപീകരിക്കാൻ അനുവാദം കൊടുത്തു, പഞ്ചായത്തുകളുടെ രൂപീകരണം റദ്ദ് ചെയ്തു. അപ്പോൾ ആ വിവാദം നടക്കുന്ന സമയത്ത് തോമസ് ഐസക് സാമാന്യനെ ഉയർന്ന മതേതര നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു പ്രത്യേക വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ളതാണ് രൂപീകരിക്കപ്പെടാൻ പോകുന്ന പഞ്ചായത്തുകൾ. അത് വസ്തുപരമായി ശരിയാണോ തെറ്റാണോ എന്നുള്ള വേറെ വിഷയം. ശരിയാണെന്ന് വിചാരിക്കുക. ഈ പ്രത്യേക വിഭാഗം ഉദ്ദേശിച്ചത് മുസ്ലിങ്ങൾ എന്നുള്ളതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളതാണ് എന്ന് വിചാരിക്കുക. പുതുതായി രൂപീകരിക്കപ്പെടാൻ പോകുന്ന പഞ്ചായത്തുകൾ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളതാണ്. ശരി, ഓക്കെ, ഫൈൻ. അങ്ങനെ പാടില്ല എന്നാണല്ലോ തോമസ് ഐസക് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിനു മുമ്പ് ഈ പഞ്ചായത്തുകൾ എന്തായിരുന്നു? വേറെ ഏതോ ഒരു വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ളതാണല്ലോ. ഉണ്ടാക്കാൻ പോണത് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പഞ്ചായത്താണെങ്കിൽ ഏതൊരു പഞ്ചായത്ത് മുറിച്ചിട്ടായിരിക്കുമല്ലോ ഈ പഞ്ചായത്ത് ഉണ്ടാകുക. അപ്പോൾ ഇപ്പം നിലവിലുള്ള പഞ്ചായത്ത്, ഈ മുറിക്കാത്ത പഞ്ചായത്ത് എന്താണ്? വേറെ ഏതൊരു മുസ്ലിങ്ങളല്ലാത്ത വേറെ ഏതൊരു വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ളതായിരിക്കുമല്ലോ. അപ്പോൾ അതൊരു പ്രശ്നമല്ലേ? എല്ലാ പഞ്ചായത്തിലും ഏതെങ്കിലും ഒരു വിഭാഗം ഭൂരിപക്ഷമായിരിക്കുമല്ലോ. ഒന്നുകിൽ ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമായിരിക്കും, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിരിക്കും, അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിരിക്കും. മാർക്സിസ്റ്റുകൾ എന്തായാലും, നിരീശ്വരവാദികൾ എന്തായാലും ഭൂരിപക്ഷമുള്ള ഒരു പഞ്ചായത്തും കേരളത്തിൽ ഉണ്ടാവില്ല. അപ്പം മുസ്ലിങ്ങൾ ഭൂരിപക്ഷം, അപ്പോൾ ചിലപ്പോൾ അതിന് ലീഗുകാർ പോലും ഡിഫൻസിനൊക്കെ അയ്യോ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും പ്രശ്നം. അങ്ങനെ ആയാൽ എന്താ കുഴപ്പം? മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ളൊരു പഞ്ചായത്ത് വരുന്നു, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ളൊരു താലൂക്ക് വരുന്നു, ഒരു ജില്ല വരുന്നു. അതെങ്ങനെയാണ് ഒരു അപകടകരമായിട്ടുള്ളൊരു സംഗതിയാവുന്നത്? അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഇതാണ്. ഞങ്ങളാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത് എന്ന അവകാശവാദം. ആ അവകാശവാദത്തിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. എന്ത്? അതൊരു സവിശേഷമായൊരു കാര്യമേ അല്ല. മലപ്പുറത്തിന് ശേഷവും ജില്ല കേരളത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ 300 ജില്ല 1969 മലപ്പുറം രൂപീകരിക്കപ്പെടുന്നത്. 69 ശേഷം ഇന്ത്യയിൽ 365 പുതിയ ജില്ലകളുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ മൊത്തം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ആര് ഭൂരിപക്ഷമുള്ള ആരൊക്കെ നോക്കിയിട്ടുണ്ട്? ആരാണ് അവിടുത്തെ ഭൂരിപക്ഷം നോക്കുക? എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകൾ ചെറുതാവുക എന്നുള്ളത് അഡ്മിനിസ്ട്രേഷൻ നന്നാകാൻ നല്ലതാണ്. ഇപ്പം മലപ്പുറത്ത് 45 ലക്ഷമാണ് ജനസംഖ്യ. 45 ലക്ഷം എന്ന് പറഞ്ഞാൽ ഖത്തറിലെയും കുവൈത്തിലെയും ബഹ്റൈനിലെയും 3 രാജ്യങ്ങളിലെയും ജനസംഖ്യയേക്കാൾ കൂടുതലാണ്. ഈ 3 രാജ്യങ്ങളിലെ ജനസംഖ്യയും ഒന്നിച്ചു വെച്ചാൽ മലപ്പുറത്ത് അത്ര വരില്ല. അപ്പം മലപ്പുറത്തേക്കാൾ ജനസംഖ്യ കുറഞ്ഞ ഡസൻ കണക്കിന് രാജ്യങ്ങൾ ലോകത്തുണ്ട്. അപ്പോൾ ആളുകൾ സിവിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിലെത്രത്തോളം ആ യൂണിറ്റ് ചെറുതാക്കാൻ പറ്റുമോ, യൂണിറ്റ് ഹാൻഡിയാക്കാൻ പറ്റുമോ, കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിലാവും അത്രത്തോളം ഗവേണൻസിന് സൗകര്യം ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നത് മലപ്പുറം ജില്ലയിലെ എടരിക്കോട്, കോട്ടക്കലടുത്തുള്ള സ്ഥലം എന്താ? എടരിക്കോടല്ലേ? എടരിക്കോട് ഒരു സ്കൂളുണ്ട്, ഒരു കോൽക്കളിയിലൊക്കെ സമ്മാനം നേടിക്കുന്ന സ്കൂൾ. ആ സ്കൂളിലെ മൊത്തം വിദ്യാർത്ഥികളുടെ എണ്ണം കേരളത്തിലെ ഒന്നിലധികം
ഉപജില്ലകളിലെ വിദ്യാർത്ഥികളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ്. ഒരു AEO ഒരു ഉപജില്ലയിലെ വിദ്യാർത്ഥികളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് മലപ്പുറത്ത് ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളുടെ എണ്ണം. അങ്ങനെയൊക്കെ ഉണ്ട്. എൻ്റെ അടുത്ത് എൻ്റെ കണക്കിനെ മറന്നുപോയത്. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ 45 ലക്ഷം മനുഷ്യർക്ക് ഒരു DM ആണെങ്കിൽ പത്തനംതിട്ടയിൽ ഏതാനും ലക്ഷം മനുഷ്യർക്ക് ഒരു DM ഉണ്ടാവും. ഇതാണ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ. അത് മലപ്പുറം എന്നുള്ളതല്ല, എറണാകുളം ജില്ല വിഭജിക്കേണ്ട ഒരു ജില്ലയാണ്. വളരെ നേരത്തെ തന്നെ മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച ജില്ല വേണമെന്നുള്ള ആവശ്യമുണ്ട്. പാലക്കാട് ജില്ല എന്നോ വിഭജിക്കേണ്ടതാണ്. കാരണം ഇത്രയും സൈസുള്ളൊരു ജില്ല ഷൊർണൂർ മുതൽ അങ്ങ് വളയർ വരെ നീണ്ടു നിൽക്കുന്നൊരു ജില്ല. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു കൺഡ്യൂസീവ് യൂണിറ്റുകൾ, കൈകാര്യം ചെയ്യാവുന്ന യൂണിറ്റുകളാക്കി മാറ്റുക എന്നുള്ളത് സാമാന്യമായിട്ടുള്ളൊരു സംഗതിയാണ്. പക്ഷെ അത് മലപ്പുറത്ത് അത് പറയാൻ പറ്റില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീവ്രവാദവും അത് വിഘടനവാദവും അത് വേറെന്തൊക്കെയായി മാറും. ഒരു പഞ്ചായത്ത് പോലും രൂപീകരിക്കാൻ പറ്റില്ല. അന്ന് MK മുനീർ സാഹിബിൻ്റെ ആ ഫയൽ ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കും. അതൊന്നും ആയിട്ടില്ല, അതിനകത്ത് ഒന്നും ആയിട്ടില്ല. ഇതാണ് അടിസ്ഥാനപരമായി ചോദ്യം ചെയ്യേണ്ട ഒരു വിഷയം. എന്തുകൊണ്ടാണ് ഇതൊരു സവിശേഷ സംഗതിയായി മാറുന്നത്? അത് നോക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഈ ഉള്ളിൽ തിളയ്ക്കുന്ന ബോധം ഒരു സോഫ്റ്റ്വെയർ ഇങ്ങനെ കിടക്കണം, അതറിയാതെ അങ്ങ് പുറത്തിയാടുകയാണ്. അത് പുറത്തിയാടുകയാണ്. മലപ്പുറത്ത് തമാശകൾ വേറെ പലതുണ്ട്. പിന്നെ ഞാൻ മുമ്പ് എഴുതിയിട്ടുണ്ട്, ഈ നാദാപുരത്തെ ഗവൺമെൻറ് കോളേജും ധനുവച്ചപുരത്തെ എയ്ഡഡ് കോളേജും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മുമ്പൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, അത് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന സമയത്താണ്. ഈ നിയമസഭാ സീറ്റുകളില്ലാത്ത ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളില്ലാത്ത നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ കോളേജ് അനുവദിക്കാൻ വേണ്ടിയിട്ടൊരു തീരുമാനം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെടുത്തു. അങ്ങനെയാണ് നമ്മൾ വേങ്ങരയിലൊക്കെ കോളേജ് വരുന്നത്, കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജ് അതൊക്കെ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ നാദാപുരത്തും അങ്ങനെ ഒരു കോളേജ് അനുവദിക്കപ്പെട്ടു. നാദാപുരത്ത് എൻ്റെ വീട്ടിനടുത്താണ് അതിൻ്റെ ഒരു സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. സംഭവം എന്ന് വെച്ചാൽ ആ സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാർ പിരിവെടുക്കുകയാണ്. പള്ളിയിൽ നിന്നൊക്കെ പിരിവ്. എന്താണ്? ഒരു ഗവൺമെൻറ് കോളേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാർ പിരിവെടുക്കുക. അതേ സമയത്ത് തന്നെയാണ് തിരുവനന്തപുരത്തെ NSS കോളേജിന്, ധനുവച്ചപുരത്തുള്ള NSS കോളേജിന് എത്രയോ ഏക്കർ സ്ഥലം, അത് എയ്ഡഡ് കോളേജാണ്, ഏക്കർ സ്ഥലം സർക്കാർ അങ്ങോട്ട് കൊടുക്കുകയാണ്. അവിടെ എയ്ഡഡ് കോളേജിന് സർക്കാർ ഭൂമി അങ്ങോട്ട് കൊടുക്കുന്നു. ഇവിടെ എന്താവുന്നു? ഗവൺമെൻറ് കോളേജിന് നാട്ടുകാർ ഭൂമി സർക്കാരിന് കൊടുക്കുന്നു. ഇതാണ് മലബാറിലും തിരുവിതാംകൂറുള്ള വികസനം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മിനിയാന്ന് ഞാനൊരു വാർത്ത ചെയ്തു, ഭയങ്കര തമാശയാണത്. ഇവിടെ മാറഞ്ചേരിയിൽ സ്കൂള് 7500 പിള്ളേരാണ് അവിടെ പഠിക്കുന്നത്. ഗവൺമെൻറ് സ്കൂളാണ്. അവിടെ പുതിയ കെട്ടിടം ഉണ്ടാക്കണം, അതിന് വസ്തു മേടിക്കണം. പരിപാടി എന്താ? പിള്ളേർക്കൊക്കെ കൂപ്പൺ കൊടുത്തിരിക്കുകയാണ്. പിള്ളേർക്ക് കൂപ്പൺ, അതിന് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പണം പിരിക്കുക. എത്രയോ 1 കോടിയോ മറ്റോ MLA കൊടുത്തിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്തും കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയും വേണം 1 കോടിയും പിന്നെ 25 ലക്ഷം റുപ്യ ടാക്സും. അപ്പോൾ ആ പൈസ ആര് പിരിക്കണം? പിള്ളേർ പിരിക്കണം, നാട്ടുകാർ പിരിക്കണം. ആർക്ക് വേണ്ടിയിട്ടാണ്? ഗവൺമെൻറ് സ്കൂളിന് ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പിരിക്കുന്ന കുട്ടിക്ക് പിന്നെ സമ്മാനമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ പത്രത്തിൽ വലിയ വാർത്തയാണ്, എന്താണ് ജനകീയ കൂട്ടായ്മയിൽ ഉയരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെന്ത് ഈ ജനകീയ കൂട്ടായ്മ മലപ്പുറത്ത് മാത്രം? ഗവൺമെൻറ് കോളേജ് സ്കൂളിന് കെട്ടിടമുണ്ടാക്കേണ്ട പണി നാട്ടുകാരുടെ ആണോ?
അവിടുത്തെ ലോക്കൽ പത്രങ്ങളിലൊക്കെ ഏതൊരു ലോക്കൽ പത്രത്തിൽ വാർത്ത കണ്ടിട്ടാണ് എൻ്റെ ശ്രദ്ധയപ്പെടുന്നത്. ഞാൻ തിരിച്ച് വാർത്ത കൊടുത്തു, കുട്ടികൾ സർക്കാർ സ്കൂളിന് കെട്ടിടം ഉണ്ടാക്കാൻ കുട്ടികളെ ഉപയോഗിച്ച് പിരിവ് നടത്തുന്നു. ഇതാണല്ലോ ശരിക്കും ചെയ്യുന്നത്. കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന ആൾക്കാരാണ്. സർക്കാർ സ്കൂളിന് ഭൂമി മേടിക്കാനും അതിന് ടാക്സ് കെട്ടാനും. ഏത് ഭരണകക്ഷി MLA മണ്ഡലത്തിലാണത്. വേറെ തമാശ. അതെന്താണ് മലപ്പുറത്തുകാരെ ഇങ്ങനെ മൂച്ചുമുക്കേറ്റ് ഇങ്ങനെ വാർത്തകളൊക്കെ വിട്ടിട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജ് അതിന് കെട്ടിടമുണ്ടാക്കാം, പള്ളിയിൽ പിരിവ് നടക്കും. ഇവിടെ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഹോസ്പിറ്റലിൽ ഇതില്ല, എക്യുപ്മെൻറ്റ്സ് ഇല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അപ്പോൾ കളക്ടർ ലിസ്റ്റ് ഉണ്ടാക്കി. പിന്നെ ഏതാണ്ട് 1.25 കോടി രൂപയുടെ സാധനങ്ങളാണ്, നെബുലൈസർ അടക്കം. സാധാരണ കളക്ടർമാർ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് അയക്കുക തിരുവനന്തപുരത്തേക്ക്. ഈ കളക്ടർ അങ്ങോട്ട് അയച്ചാൽ അറിയുമെങ്കിൽ പാണക്കാട്ടേക്ക്. സംഭവിച്ചാണ്. സൈഫിന് ഓർമ്മയുണ്ട്. നമ്മൾ മീഡിയകളിൽ അത് വലിയ വാർത്തയായിട്ട് കൊടുക്കുന്നു. അവസാനം മൂപ്പർക്ക് ഫേസ്ബുക്ക് തന്നെ പൂട്ടിപ്പോകേണ്ടി വന്നു. കളക്ടർക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് പൂട്ടിപ്പോകേണ്ടി വന്നു. അപ്പം പാണക്കാട്ടേക്ക് എത്തേക്കും. പാണക്കാട് ഞങ്ങൾ പറയും പള്ളി നിങ്ങളൊക്കെ കൂടി പിരിവ് നടത്തും, വാഴക്കാട്ട് മുണ്ടുപോയിലൊക്കെ പിരിവ് നടത്തും. പിന്നെ മനോരമയിൽ വാർത്ത ഒരു മഹത്തായ മലപ്പുറം മാതൃക എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ കൈയടിക്കും. ഇതാണ് പരിപാടി. അപ്പം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ? എന്തുകൊണ്ടാണ് നമുക്കൊരു പഞ്ചായത്ത് വേണം? നമ്മളെ പഞ്ചായത്ത് വലുപ്പം കൂടുതലാണ്, ആൾ കൂടുതലാണ്, നമുക്ക് പഞ്ചായത്ത് വേണം, അല്ലെങ്കിൽ നമുക്കൊരു താലൂക്ക് വേണം, ഒരു ജില്ല വേണം. ഇതൊന്നും പറയാൻ പറ്റാത്തത്. ഇതാണ് അടിസ്ഥാന രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഈ രാഷ്ട്രീയം ഏറ്റവും ലളിതമായി ഏറ്റവും ഗഹനമായി പഠിപ്പിച്ചൊരു മനുഷ്യനാണ് CH മുഹമ്മദ് കോയ. അദ്ദേഹം ഈ അറബി മുൻഷിമാരെ നിയമിച്ച സമയത്ത് ചന്ദ്രസേന എന്ന് പറഞ്ഞിട്ട് CPM-ൻ്റെ ഒരു MLA ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ പ്രസംഗിച്ചറിയോ നമുക്ക്? ഇപ്പോൾ കുട നന്നാക്കാൻ ആളെ കിട്ടണില്ല. എന്താണ്? കുട നന്നാക്കികളൊക്കെ മാഷന്മാരായിപ്പോയി, അറബി മാഷന്മാരായിപ്പോയി. അപ്പം നമ്മളുടെ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് എന്താണ് CH എന്താണ് അതിനെ മറുപടി പറയുന്നത്? അയ്യോ അത് അതൊക്കെ സർട്ടിഫിക്കറ്റുള്ള ആൾക്കാരാണ്, യോഗ്യതയുള്ള ആൾക്കാരാണ്. CH അതൊന്നുമല്ല പറഞ്ഞത്. CH എന്താ പറഞ്ഞാൽ അറിയോ? കുട നന്നാക്കുന്നവരെ മാഷന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാർട്ടി പ്രവർത്തിക്കുന്നത്. ഇതാണ് ഈ അടിസ്ഥാന രാഷ്ട്രീയം എന്ന് പറയുന്നത്. കുട നന്നാക്കുന്നവർ മാഷന്മാരായി പോയതിൽ ഒരു CPM, ഒരു പുരോഗമന പ്രസ്ഥാനമായിട്ടുള്ള CPM-ന് ആകുലത ഉണ്ടാവുക. ഇപ്പുറത്തതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി അതാണ്. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതാണ്. കുട നന്നാക്കുന്നവരെ, വെള്ളംകോരികളായിട്ടുള്ള ആളുകളെ, വിറകട്ടികളായിട്ടുള്ള മനുഷ്യരെ, ഓരങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരെ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, അവരെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക, അവരെ ശാക്തീകരിക്കുക. ഇതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ നിയമിച്ച മാഷന്മാർക്കൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് ഓച്ചാനിച്ച് നിൽക്കുകയല്ല. എൻ്റെ പണി ഇതാണ് കേട്ടോ, ഞാൻ ഇതിനാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത്. അതിൽ വലിയ പാഠമുണ്ട്. ആ വിവാദ കാലത്ത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രയോഗമുണ്ട്. ഈ പറയുന്ന നമ്മൾ ഇന്നിപ്പോൾ പറയുന്ന ഹിന്ദുത്വ മാർക്സിസം എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതിനെ ഇത്ര മനോഹരമായി വ്യാഖ്യാനിച്ചൊരു മനുഷ്യനില്ല. നമ്പൂതിരിപ്പാടിൻ്റെ പൂണൂൽ പുറത്തല്ല അകത്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത്രയും ആഴമുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് എൻ്റെ അറിവിലില്ല. അകത്താണ്, നമ്പൂതിരിപ്പാടിൻ്റെ അകത്താണ് പൂണൂൽ. നമ്പൂതിരിപ്പാടിൻ്റെ മേല് നോക്കി നമ്മൾ കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ രാഷ്ട്രീയം മറന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പഞ്ചായത്തോ ജില്ലയോ MLA ഉണ്ടായിട്ട് കാര്യമില്ല. ഈ രാഷ്ട്രീയം, അടിസ്ഥാന രാഷ്ട്രീയം, അതാണ് പ്രധാനമായിട്ടുള്ളത്.
അപ്പോൾ ഈ അടിസ്ഥാന രാഷ്ട്രീയത്തെ ന്യൂനപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു ഫ്രെയിമുണ്ട്. അതിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോഴാണ് നമ്മൾ സി പി എമ്മിനകത്ത് എന്തുകൊണ്ടാണ് കാവി ഇങ്ങനെ മൂടുന്നത് എന്നൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ കാവി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് കാവി ആക്ച്വലി അത് ഇന്ത്യൻ പതാകയിലൊരു നിറമാണ്. ഭാരതീയ സങ്കല്പം, ഭാരതീയ തത്വചിന്തയിലൊക്കെ വലിയ പ്രാധാന്യമുള്ളൊരു നിറമാണ്. പക്ഷേ സാഫ്രൺ, കാവി എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവായിട്ട് ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാവ്യവൽക്കരണം എന്നൊക്കെ പറയുമ്പോൾ ഒരു അർത്ഥമുണ്ട്, നമുക്ക് മനസ്സിലാവുന്നൊരു അർത്ഥമുണ്ട്. ഹിന്ദു ഇത് പ്രകാരം കാവി ആത്മീയതയുടെ, ആധ്യാത്മികതയുടെ ലക്ഷണമായിട്ടുള്ള സംഗതിയാണ്. പക്ഷേ ഇന്ത്യയിലെ ഹിന്ദുത്വ ബ്രിഗേഡ് അവർ മുന്നോട്ട് വെക്കുന്ന ഒരാശയം, അതിനെ പ്രതിനിധീകരിക്കാനാണ് നമ്മൾ കാവ്യ എന്ന വാക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഹിന്ദുത്വ എന്താണ് ശരിക്കും ചെയ്യുന്നത്? ഹിന്ദുത്വ ചെയ്യുന്നത് എന്താണ്? ഒരു ഹിന്ദുത്വയ്ക്ക് അവർക്ക് ആളെ കൂട്ടാനുള്ള ഒരു ഉപായമാണ് എന്താ? ഒരു മുസ്ലിം അപരൻ ദേ കിടക്കുന്നു, അവൻ അപ്പുറത്തൊരുത്തനെ നിർത്തുക. ആ ഒരു ലളിതമാണ് ആ ഒരു തിയറി അവരുടെ. ഒരു ഗോൾഡൻ പാസ്റ്റ്, നമുക്കൊരു സുവർണ ഭൂതകാലം ഉണ്ടായിരുന്നു ഇന്ത്യക്ക്, ഭയങ്കര സംഭവമായിരുന്നു. ഹിന്ദുത്വ, ഭാരതീയത എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സുവർണ ഭൂതകാലം. ആ സുവർണ ഭൂതകാലം ഇല്ലാണ്ടായത് എങ്ങനെയാണ്? ഈ മുസ്ലിം ആക്രമണകാരികൾ വന്നിട്ട് നമ്മളെ നശിപ്പിച്ച് കളഞ്ഞു, നമ്മളുടെ സംസ്കാരത്തെ, നമ്മളുടെ രാജ്യത്തെ അതിനെ മലിനീകരിച്ചു. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഗോൾഡൻ പാസ്റ്റിലേക്ക് പോകണം, സുവർണ ഭൂതകാലത്തേക്ക് പോകണം. അതിനെന്ത് ചെയ്യണം? ഇവനെ ശരിയാക്കണം, ഇവന്മാരെ ഓടിക്കണം. ഇതാണ് ലളിതമായി പറഞ്ഞാൽ RSSൻ്റെ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഗോൾഡൻ പാസ്റ്റിനെ നിർത്താൻ വേണ്ടിയിട്ട് അവർ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ മുഗൾ കാലഘട്ടമാണ്. GDP-യിൽ ലോകത്ത് 1-ാം സ്ഥാനത്തുണ്ടായിരുന്നു ഇന്ത്യ. നമ്മൾ വെറുതെ ഉത്തരേന്ത്യയിലൂടെ ഓട്ടോറിക്ഷ എടുത്ത് തന്നാൽ കാണുന്നതൊക്കെ എന്താണ്? താജ്മഹലാകട്ടെ, ലാൽ കില ആവട്ടെ, ജമാ മസ്ജിദ് ആകട്ടെ, ഖുതബ് മിനാറാകട്ടെ, എല്ലാം മുഗളന്മാരുടെ സംഭാവനയാണ്. നമ്മുടെ സംഗീതം, നമ്മുടെ ബിരിയാണി, അവരുടെ സംഭാവന ഇല്ലാത്ത ഒരു മേഖലയില്ല. ഇപ്പോൾ അവരെന്താ ചെയ്യുന്നത് അറിയോ? പാഠപുസ്തകത്തിൽ ഇതൊക്കെ ഒഴിവാക്കുകയാണ്. ഈ മുഗൾ കാലഘട്ടം തന്നെ ഒഴിവാക്കുക, അത് പഠിപ്പിക്കേണ്ടെന്നാണ്. അപ്പോൾ ഇതൊരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ഒരു കുട്ടി ഉണ്ടല്ലോ, 10ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടി, നമുക്കിപ്പോൾ അക്ബർ അല്ലെങ്കിൽ താജ്മഹൽ, ഷാജഹാൻ, ഇതൊന്നും അവനറിയാൻ പാടുണ്ടാവില്ല. അവനിതൊന്നും അറിയാൻ പാടുണ്ടാവില്ല. അവനിപ്പോൾ ഇങ്ങനെ ആഗ്രഹ കൂടി പോകുമ്പോൾ അച്ഛനോട് ചോദിക്കുകയാണ്, ഈ താജ്മഹൽ ഇതെന്താ അച്ഛാ, ഇതാരാ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിച്ചാൽ അവൻ അന്തം വിടാനേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ മുസ്ലിങ്ങളെ അപരസ്ഥാനത്ത് നിർത്തിയിട്ട് ഈ പറയുന്ന ഹിന്ദു എന്ന് പറയുന്ന ഒരു സംഗതിയെ വിജയിപ്പിക്കുക, അതാണ് അവരുടെ രാഷ്ട്രീയം. മുസ്ലിങ്ങൾ എന്താണ്? വൈദേശികരാണ്, വൈദേശിക മാലിന്യമാണ്. ക്രിസ്ത്യാനികൾ വൈദേശിക മാലിന്യമാണ്. കമ്മ്യൂണിസ്റ്റുകൾ വൈദേശിക മാലിന്യമാണ്. യഥാർത്ഥത്തിൽ ഹിന്ദു എന്ന പേര് തന്നെ വൈദേശികമാണ്. അപ്പം എല്ലാം സ്വദേശിയാക്കണം എന്ന് പറയുന്ന ഈ ചങ്ങായിമാർ ഈ പേരാര് കൊടുത്തതാ? ഹിന്ദു എന്നുള്ള പേര് ഇന്ത്യയിൽ ഏതെങ്കിലും വേദങ്ങളുണ്ടോ? അത് പേർഷ്യക്കാരാണ് ഹിന്ദു എന്ന് വിളിച്ചു തുടങ്ങിയത്. സ്വന്തം വൈദേശികമായ ഒരു പേര് സ്വീകരിച്ചുകൊണ്ടാണ് ബാക്കിയുള്ളവരൊക്കെ വൈദേശികരെന്ന് പറഞ്ഞിട്ട് ഇവർ ഇതാക്കണത്. ഓക്കെ, അതല്ല എൻ്റെ വിഷയം. ഞാൻ പറഞ്ഞാൽ ഈ ഹിന്ദുത്വ പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം അപരനെ സൃഷ്ടിച്ചിട്ട് ഇവിടെയുള്ള ഭൂരിപക്ഷ വോട്ടുകൾ സമാഹരിക്കുക, ഭൂരിപക്ഷത്തെ സംഘടിപ്പിക്കുക, ഹിന്ദുക്കളെ സ്വയമേവ ഒരു പോസിറ്റീവ് ഇതിൽ സംഘടിപ്പിക്കാൻ പറ്റില്ല, ഇതിനകത്തുള്ള ജാതിയുടെയും മറ്റു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവൻ നമ്മളെ ഇടിക്കാൻ വരികയാണ്, അവൻ നമ്മളെ കൈകാര്യം ചെയ്യാൻ വരികയാണ് എന്ന് പറയുന്നൊരു ഫീൽ ഉണ്ടാക്കുക. ഇതാണ് ഹിന്ദുത്വ രാഷ്ട്രീയം. CPM-നെതിരെ ഹിന്ദുത്വ ഇടതുപക്ഷം എന്ന വിമർശനം വരുന്നത് എന്തുകൊണ്ടാണ്? ഇതേ രാഷ്ട്രീയം CPM സ്വീകരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അത് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു എന്താണ് ബീഭത്സമായ രൂപമായിരുന്നു നിലമ്പൂരിൽ കണ്ടത്. നിലമ്പൂരിൽ അവിടെ അവർ നടത്തിയ ഒരൊറ്റ പ്രചാരണം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്താണ്? ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയാണ് ഇവർ മത്സരിക്കുന്നത്. ഓക്കെ, ഫൈൻ. അത് കഴിഞ്ഞിട്ട് അടുത്ത എന്താണ്? പെഹൽഗാം ആക്രമണത്തെ പിന്തുണച്ചവരാണ് ജമാഅത്തെ ഇസ്ലാമി.
ഇപ്പം ജമാഅത്തെ ഇസ്ലാമി പെഹൽഗാം ആക്രമണത്തെ പിന്തുണച്ചു എന്ന് പറയുന്ന ഒരു ആരോപണം അമിത്ഷാ പോലും ഉന്നയിക്കാത്ത ആരോപണമാണ്. മോഹൻ ഭാഗവത് ഉന്നയിക്കാത്ത ആരോപണമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൊടിയ ഹിന്ദുത്വ തീവ്രവാദി പോലും ഉന്നയിക്കാത്തൊരു ആരോപണം ഇവർ നിലമ്പൂരിൽ ഉന്നയിക്കുകയാണ്. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അതങ്ങനെ ചെയ്താൽ ദേണ്ടേ ഇവിടെ മത്സരിക്കാൻ പോണത് ആര്യാടൻ ഷൗക്കത്താണ്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്ഥാനാർത്ഥിയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ പെഹൽഗാം ആക്രമണത്തെ പിന്തുണച്ചവരാണ്. ഇത് ഈ പറയുന്ന ഹിന്ദു വോട്ടർമാരിൽ ഭീതി സൃഷ്ടിക്കും. അപ്പം നമുക്ക് ഇവരിൽ നിന്ന് രക്ഷപ്പെടണം. ഇതാണ് മുസ്ലിം വിരുദ്ധതയെ ഉപജീവിച്ച് ഹിന്ദു വോട്ടുകൾ സമാഹരിക്കുക, ഭൂരിപക്ഷ വോട്ടുകൾ, ഹിന്ദു വോട്ടുകൾ, ഇപ്പോൾ അത് ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിക്കുക എന്ന് പറയുന്നൊരു രാഷ്ട്രീയ ലൈൻ സ്വീകരിക്കുകയാണ്. അത് വർക്ക് ചെയ്യുമെന്ന് വെച്ചാൽ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അത് ചെറിയ രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നാണ് ഈ 80-20 എന്നൊക്കെ പറയുന്ന വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ വലിയ തോതിൽ മുസ്ലിം വിരുദ്ധത പടർത്തി അതിനെ ആശ്രയിക്കുകയാണ് ചെയ്തത്. ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ നേരത്തെ അതിൻ്റെ ചില സൂചനകൾ ഉമേഷ് ബാബു സാർ പറഞ്ഞു. കേരളത്തിൻ്റെ ഒരു സവിശേഷത നമുക്കറിയാം. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഹിന്ദുത്വ രാഷ്ട്രീയം BJP പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം, അതിന് ഇലക്ട്രൽ പെർഫോമൻസ് ഇല്ലാത്തൊരു സംസ്ഥാനമാണ്. ഈ ഇലക്ട്രൽ പെർഫോമൻസ് ഞാൻ സവിശേഷമായിട്ട് പറയാൻ കാരണം RSSൻ്റെ ശാഖകൾ നോക്കിക്കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. RSSൻ്റെ സംഘടനാ സംവിധാനമൊക്കെ അടിപൊളിയാണ്. പക്ഷെ അവർക്ക് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അത് പറ്റാത്തതിൻ്റെ പല കാരണങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് 2 പ്രധാന മുന്നണികൾ, UDF LDF എന്ന് പറയുന്ന 2 പ്രധാന മുന്നണികളുണ്ട്. അതിനിടയിൽ ഇവർക്കൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല. പിന്നെ കേരളത്തിൻ്റെ ജനസംഖ്യ, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ചേർന്നാൽ തന്നെ 40-49% വരും. അപ്പം അങ്ങനെ ജനസംഖ്യാപരമായിട്ടും സാധാരണഗതിയിൽ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ BJPക്ക് വോട്ട് ചെയ്യില്ല. അങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങളുണ്ട്. അപ്പം അതുകൊണ്ടാണ് കേരളത്തിൽ BJPക്ക് കയറാൻ പറ്റാത്തത്. അപ്പോൾ ഈ UDF LDF എന്ന് പറയുന്ന സംവിധാനം, അത് 2 രാഷ്ട്രീയ മുന്നണികളാണെങ്കിലും കേരളത്തിൻ്റെ ഒരു സാമൂഹിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഈ മുന്നണികൾക്ക് വലിയ പങ്കുണ്ട്. അത് തന്നെ UDF എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ മുന്നണി എന്നതിനേക്കാൾ ഒരു സാമൂഹിക മുന്നണി കൂടിയാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ചേർന്നിട്ടുള്ള ഒരു സംവിധാനം. അതിൻ്റെ സീറ്റ് വീതം വെപ്പിൽ പോലും സാമുദായികമായ ശ്രദ്ധകളുണ്ടാവും. അതൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ്. അത് ഒരു പോയിൻ്റ് ഉണ്ട് കേട്ടോ. സാധാരണ ഈ സെക്യുലർ പക്ഷത്ത് നിന്ന് പറയുന്നൊരു ഇതുണ്ട്, ഞങ്ങൾ സാമുദായിക സംഘടനകളെ തിട്ടൂരങ്ങൾക്ക് വിധേയപ്പെടില്ല എന്നൊക്കെ പറയും. സാമുദായിക സംഘടനകൾ അഭിപ്രായം പറയുന്നു, രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറയുന്നു, അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് വിലപേശുന്നു, സംസാരിക്കുന്നു, സാമുദായിക സംഘടനകളുടെ വേദി പങ്കിടുന്നു. സാമുദായിക സംഘടനകളുടെ തിണ്ണ നിരങ്ങൂല എന്നൊക്കെ ഭയങ്കര പുരോഗമന ഇതായിട്ട് പറയും. അതൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്, ഈ സാമുദായിക സംഘടനകൾ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അശ്ലീല പരിപാടിയാണെന്ന് വിചാരിക്കും. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, കേരളത്തിൻ്റെ സാമൂഹിക രൂപീകരണത്തിൽ ഏറ്റവും അധികം പങ്കുവഹിച്ചൊരു ഘടകമാണ് സാമുദായിക സംഘടനകൾ. നമുക്ക് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പേ സാമുദായിക സംഘടനകളുണ്ട്. കോൺഗ്രസ് എപ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്നത്? കോൺഗ്രസ് ഉണ്ടാകുന്നത് 1922 SNDP എപ്പോൾ ഉണ്ടാകണം? 1904 അല്ലെങ്കിൽ 14. എനിവേ, കോൺഗ്രസ് ഉണ്ടാകുന്നതിന് മുമ്പേ നമുക്ക് SNDP ഉണ്ട്, NSS ഉണ്ട്, അയ്യങ്കാളിയുടെ സാധുജന വിമോചന സംഘമുണ്ട്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത് 30കളിലാണ്. മുസ്ലിം ലീഗ് ഉണ്ടാകുന്നത് കേരളത്തിൽ ഉണ്ടാകുന്നത് 30കളിലാണ്. 21 മുസ്ലിം ഐക്യസംഘമുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ് സാമുദായിക സംഘടനകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സാമൂഹിക രൂപീകരണത്തിൽ വളരെ പ്രധാനപ്പെട്ട പോസിറ്റീവായി പങ്കുവഹിച്ച ഒരു യാഥാർത്ഥ്യമാണ് സാമുദായിക സംഘടനകൾ. സാമുദായിക സംഘടന എന്തൊരു മോശം പരിപാടിയാണ്, എന്തൊരു കുറഞ്ഞ ഏർപ്പാടാണ്, പുരോഗമനം കുറഞ്ഞതാണ്, ഇത് ശരിയല്ലാത്ത നിലപാടാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് മുമ്പേ ഈ ജനതയെ രൂപീകരിക്കുന്നതിൽ പങ്കുവഹിച്ച യാഥാർത്ഥ്യമാണ് സാമുദായിക സംഘടന. അപ്പോൾ ഞാൻ പറഞ്ഞ UDF എന്ന് പറഞ്ഞാൽ
ഒരു സാമുദായികമായിട്ടുള്ള ഒരു ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവയ്ക്കുന്നൊരു ഘടകമാണ്. നിശ്ചയമായിട്ടും കേരള കോൺഗ്രസ് UDF പോയത് ആ നിലയ്ക്കൊരു തിരിച്ചടിയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ജോസ് കെ മാണിക്ക് എത്ര വോട്ടുണ്ട്, ഇത്ര അനുയായികളുണ്ടെന്നുള്ളതല്ല, ആ ഒരു UDFൻ്റെ ആ ഒരു ഫ്രെയിമുണ്ടല്ലോ, അതിനെ ദുർബലപ്പെടുത്തുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് BJPക്ക് കേരളത്തിൽ ഇലക്ട്രൽ പെർഫോമൻസ് അവരുടെ സംഘടനാപരമായിട്ട് അവർ വളരെ ശക്തമാണ്. മുസ്ലിം ലീഗിന് കേരളത്തിൽ 14 ജില്ലാ കമ്മിറ്റികളാണുള്ളതെങ്കിൽ BJPക്ക് 30 32 ജില്ലാ കമ്മിറ്റികളുണ്ട്. മലപ്പുറം ജില്ല തന്നെ 3 ജില്ലാ കമ്മിറ്റികളുണ്ട്. സംഘടനാപരമായി വളരെ ശക്തമായിരിക്കെ തന്നെ ഇലക്ട്രൽ പെർഫോമൻസിൽ അവർക്ക് കയറി വരാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്. അത് UDF LDF ഇങ്ങനെ മാറി മാറി വരുന്നു എന്നുള്ളതും അതിലൊരു ഘടകമാണ്. ഇപ്പോൾ ഇതാണ് ഞാൻ പറയാൻ എൻ്റെ ഈ പ്രഭാഷണത്തിൻ്റെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത്. CPM എന്തിനാണ് ഈ ഹിന്ദുത്വ സമീപനം അല്ലെങ്കിൽ ഈ മുസ്ലിം വിരുദ്ധ സമീപനം, മുസ്ലിം വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പദ്ധതിയായിട്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ അതിൽ പല ഘടകങ്ങളുണ്ട്, വളരെ അപകടകരമായിട്ടുള്ള കുറേ ഘടകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. ഇപ്പോൾ UDF കോൺഗ്രസ്സിന് ഇതൊരു ഡു ഓർ ഡൈ സിറ്റുവേഷനാണെന്നതുപോലെ തന്നെ CPMനൊരു ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം നഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ 3ാം വട്ടവും അധികാരത്തിൽ വരുന്നില്ലെന്ന് വിചാരിക്കുക. അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെവിടെ? ഡൽഹിയിൽ AKG സെൻറ്റർ എങ്ങനെ നടത്തും? അവരുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ജയിച്ചേ മതിയാവുള്ളൂ. ബംഗാളിൽ ഒരു MLA കിട്ടിയാലായി എന്നുള്ളതാണ്. 35 വർഷം ഭരിച്ചിട്ട് 1 MLA പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ബംഗാളിലും ത്രിപുരയിലും ഒരു നിലക്കും പടച്ചോ നേരിട്ടിറങ്ങിയാൽ പോലും കിട്ടാൻ പോണില്ല. കേരളം കൂടെ ഇല്ലാതാവുകയാണ്. അപ്പോൾ CPIM എന്ന് പറയുന്ന അഖിലേന്ത്യാ പാർട്ടി, അവർക്കത് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് വില കൊടുത്തും ഏത് നിലക്കും കേരളത്തിൽ തുടർ ഭരണം ഉണ്ടാവുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്കാർ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ എത്ര കാലമായി പണിയെടുത്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ മത്സരിക്കുക തോക്കുക. ഞാൻ പറയും, നിങ്ങളാണെങ്കിൽ ഈ പരിപാടി നിർത്തിപ്പോയിട്ടുണ്ടാവും. പക്ഷെ അവർ നിർത്തുന്നില്ല, അവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കിതെവിടെയെങ്കിലും എത്തിക്കണ്ടേ? എത്തിക്കണം. അപ്പോൾ അവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സംഗതികളാണ്. RSSന് നേരത്തെയുള്ളൊരു സംഗതിയാണ്. കേരളത്തിൽ BJP വളരണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ UDF, ഈ കോൺഗ്രസ് തളരണം. UDF തളരണം, കോൺഗ്രസ്സിന് ഒരു 3 തവണയൊന്നും അധികാരമില്ലാതെ നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ കോൺഗ്രസ് ചീഞ്ഞാലാണ് നമുക്ക് വളം ഉണ്ടാകുക. കോൺഗ്രസ് UDF അടുത്ത തവണ അധികാരത്തിൽ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്കുള്ള വളമാണത്. അതുകൊണ്ട് അടുത്ത തവണ ആരധികാരത്തിൽ വരണമെന്നുള്ളതാണ് RSSൻ്റെ പ്ലാന്. LDF അധികാരത്തിൽ വരണം എന്നുള്ളതാണ്. അത് CPMനോടുള്ള സ്നേഹം കൊണ്ടോ പിണറായി വിജയനോടുള്ള സ്നേഹം കൊണ്ടോ അല്ല. എന്താണ്? കോൺഗ്രസ് ഇല്ലാതാവും. എന്ന് മാത്രമല്ല, അവരുടെ ഇലക്ട്രൽ പ്ലാൻ, ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം അവരുടെ ഇലക്ട്രൽ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എല്ലാവരുടെ 140 മണ്ഡലത്തിലും പോയി മത്സരിക്കുക, എല്ലാവരുടെ ഇങ്ങനെ പണിയെടുക്കുക, കഷ്ടപ്പെടുക, അതല്ല. സ്ഥാനാർത്ഥിയൊക്കെ ചിലപ്പോൾ നിർത്തിയായിരിക്കും. അവർ തിരഞ്ഞെടുത്ത കുറച്ച് സീറ്റുകളുണ്ട്, A ക്ലാസ് മണ്ഡലങ്ങൾ. അവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. അവിടെയാണ് സർവ്വ പണമാണെങ്കിലും പ്രചാരകന്മാരാണെങ്കിലും കാര്യകർത്താക്കളാണെങ്കിലും എല്ലാവരെയും അവിടെ നിയോഗിക്കും. വോട്ടും അങ്ങോട്ടും മാറ്റും. അതാണ് തൃശ്ശൂർ നമ്മൾ കണ്ട പരിപാടി ഉണ്ടല്ലോ, വെറുതെ ഇങ്ങനെ മലപ്പുറത്തും ഇടവണ്ണപ്പാറയിലൊക്കെ ആ ബൂത്ത് ക്യൂ നിന്നിട്ട് വോട്ട് പഴകുന്നത്. എത്രത്തോളം ആളുകൾ ആ പ്രദേശങ്ങളിൽ കൊണ്ടുപോയി ചേർക്കാൻ പറ്റുമോ അവിടെയൊക്കെ. കാശ്മീരിൽ നിന്ന് വരെ കൊണ്ടുവരുമെന്നാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. ഇത് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, മഞ്ചേശ്വരത്ത് ചെയ്തിട്ടുണ്ട്. അന്ന് ആരും ശ്രദ്ധിച്ചില്ല, ഞാനന്ന് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ
നമ്മളെ സുരേന്ദ്രൻ തോറ്റില്ലേ, 68 വോട്ടോ മറ്റേ 79 വോട്ട്. അന്ന് മംഗലാപുരത്ത് ഇഷ്ടം പോലെ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നിയമവിരുദ്ധമൊന്നുമല്ല, കാരണം ഇവിടെ കുടുംബങ്ങൾ കന്നഡികരാണല്ലോ, ബന്ധുക്കളും വേരുകളൊക്കെ ഉള്ള ആളുകൾ വോട്ടിങ്ങോട്ട് മാറ്റി. അത് കഴിച്ചിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലീഗുകാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ബോംബെയിൽ ജോലി ചെയ്യുന്ന ലീഗുകാരൻ്റെ ഇഷ്ടം പോലെ ഐറ്റങ്ങളൊക്കെ ബസ് കയറ്റി കൊണ്ടുവന്നു. ഒരു 2 ബസ് അവിടെ ബഡ്കല്ലോ കാർവാറിലോ വെച്ച് തടഞ്ഞിട്ടുണ്ടെങ്കിൽ സുരേന്ദ്രൻ ജയിക്കുമായിരുന്നു. 2 ബസ് തടഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയാണ് അന്ന് നമ്മൾ അഷ്റഫ് ചല്ല ആരായിരുന്നു അന്ന്, പി ബി റസാഖ്. റസാഖ് കഴിച്ചിലായിപ്പോയത് അങ്ങനെയാണ്, ആ ബോംബെയിൽ നിന്ന് ബസ് വന്നുകൊണ്ടാണ്. അപ്പോൾ ഇതേമാതിരി എന്താണ് ആവശ്യമില്ലാതെ മത്സരിച്ച് സമയവും അധ്വാനം കളയാതെ അവിടെയുള്ള എനർജിയും സ്രോതസ്സുകളൊക്കെ A ക്ലാസ് മണ്ഡലങ്ങളിൽ കൊണ്ടുപോകും. അവർ 10-10, 5-5. അപ്പോൾ ഇപ്പുറത്ത് എന്ത് ചെയ്യുന്നു, LDFന് അധികാരത്തിൽ വരുന്നു, നമുക്ക് 5 സീറ്റ് കിട്ടുന്നു. അപ്പോൾ 5 സീറ്റ് കിട്ടുമ്പോൾ അല്ലെ 6 സീറ്റ് കിട്ടും, 3 ആയിക്കോട്ടെ 3 സീറ്റ് കിട്ടും. അതാണ് ഒരു പ്ലെയറാണ്. അപ്പം കോൺഗ്രസ്സുകാരെ ഇങ്ങോട്ട് കൊണ്ടുവരാനും എളുപ്പമാണ്. അപ്പം അതുകൊണ്ട് 2 കൂട്ടരുടെയും അജണ്ട ഒന്നാവുന്നൊരു പോയിൻ്റ് ഇവിടെയുണ്ട്. RSSൻ്റെയും CPMൻ്റെയും അജണ്ട ഒന്നാവുന്നൊരു പോയിൻ്റ് അവിടെയുണ്ട്. 2 കൂട്ടരെ സംബന്ധിച്ചിടത്തോളം അത് അവരെ ഇത് വെച്ചിട്ട് ശരിയാണ്. കാരണം CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യയിൽ ഉള്ള അവസാനത്തെ ഒരു അടിത്തറയാണിത്. BJPയെ സംബന്ധിച്ച് ഇത്ര കാലം ഇതിന് കൈലൂത്തി നടക്കണം. ഇതിനൊരു വെറുതെ ഇങ്ങനെ മത്സരിച്ച് കാലം കഴിക്കാൻ പറ്റില്ലല്ലോ. സ്ട്രാറ്റജിക്കലി ഇതാക്കണം. ഈ 2 കൂട്ടരുടെയും ലക്ഷ്യം ഒന്നാവുന്ന ഒരു പോയിന്റിൽ നിന്നാണ് രാഷ്ട്രീയമായി ഈ പറയുന്ന ഒരു സംഗതി വരുന്നത്. ഇവിടെ ഒരു അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിവാദം ഉണ്ടായി. പിണറായി വിജയൻ വല്ലതും പറഞ്ഞു കേട്ടോ? വോട്ട് ചോരിയെക്കുറിച്ച് അറിയാത്ത, SIRനെ കുറിച്ച് അറിയാത്ത ഒരുപക്ഷെ ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനായിരിക്കും. അദ്ദേഹം എന്താ പറയാത്തത്? അങ്ങനെ ആ ഭാഗത്തേക്ക് അങ്ങ് പറയില്ല. അതുകൊണ്ടാണ് അയ്യപ്പ സംഗമം വരുന്നത്, ഇങ്ങനെയുള്ള പല സംഗതികളും വരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തു ചെയ്യണം? നമുക്ക് ഇവിടെ ഒരു മുസ്ലിം അപരൻ, ഒരു മുസ്ലിം അതർ, ഒരു ഭീകര സ്വത്വം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാക്കി വെച്ചിട്ട് മുസ്ലിങ്ങളെ വോട്ട് ചെയ്താലും കിട്ടുന്നില്ല. അതൊരു പ്രശ്നമാണല്ലോ. ഈ പലസ്തീൻ റാലിയൊക്കെ എത്ര നടത്തി, പലസ്തീൻ റാലി നടത്തി, ഇഫ്താർ നടത്തുന്നു, ആ പരിപാടി ഈ പരിപാടി, മുസ്ലിം വോട്ട് കിട്ടുന്നില്ലല്ലോ. മുസ്ലിം വോട്ട് കിട്ടാത്തതിൻ്റെ ഇതെന്താണെന്ന് ചോദിച്ചാൽ അത് അങ്ങനെ തന്നെയാണ്. അത് ആ സമുദായവുമായിട്ട് ഏതെങ്കിലും ഒരു ഫലസ്തീൻ റാലി നടത്തിയത് കൊണ്ട് മുസ്ലിങ്ങളെല്ലാം കൂട്ടത്തോടെ അങ്ങ് വോട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നൊരു ഘട്ടം കഴിഞ്ഞു. കാരണം അങ്ങേയറ്റം വായനയുള്ള, ചിന്താശേഷിയുള്ള, ലോകരാഷ്ട്രീയത്തെക്കുറിച്ചും ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ഒരു സമുദായമായി ഈ സമുദായം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും വന്നെന്തെങ്കിലും ഒരു ടോക്കൺ പരിപാടി നടത്തി സമുദായത്തിൻ്റെ പിന്തുണ നേടിക്കളയാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഇപ്പോൾ CPMൻ്റെ കഴിഞ്ഞ വർഷം, ഈ 5 വർഷത്തിലെ 8 വർഷത്തെ ഭരണം എങ്ങനെയായിരുന്നു, മുസ്ലിം പ്രശ്നങ്ങളോട് സ്വീകരിച്ച സമീപനം എന്തായിരുന്നു, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ളൊരു ധാരണ സമുദായത്തിനകത്ത് വന്നിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, പോലീസ് അതിൽ വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മൾക്ക് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാണ്. അതിൽ കേരള ചരിത്രത്തിൽ തന്നെ ഒരു പക്ഷേ ഒരു ഭരണകക്ഷി MLA അയാളുടെ സർക്കാരിനെതിരെ പോലീസിനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചൊരു സന്ദർഭം ഈ അൻവർ ഉന്നയിച്ച അതുപോലൊരു സംഭവം കേരള ചരിത്രത്തിലുണ്ടായിട്ടില്ല. എന്തൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്? പോലീസ് സ്വർണം പൊട്ടിക്കുകയാണ്. വളരെ ഗുരുതരമായൊരു കാര്യമാണല്ലോ. കേരളത്തിലെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ക്യാമറയുള്ള, മെഷീനറിയുള്ള ഒരു എയർപോർട്ടാണ് കോഴിക്കോട് എയർപോർട്ട്, കരിപ്പൂർ എയർപോർട്ട്. അവിടുന്ന് ആളുകൾ സ്വർണം കടത്തിയിട്ട് പുറത്തേക്ക് കടക്കുന്നു. അതെങ്ങനെയാണ് കടക്കുന്നത്? അതാണ് അടിസ്ഥാന ചോദ്യം.
അവർ കടക്കുന്നു മാത്രമല്ല, കടന്നു കഴിഞ്ഞാൽ മലപ്പുറം പോലീസ് അവരെ പിടിക്കുന്നു. ഏത്? അവിടെ കസ്റ്റംസിൽ ഇത്രയും മെഷീനറിയുള്ള ആ ചങ്ങായിമാർക്ക് പിടിക്കാൻ പറ്റണില്ല. ഈ ലാത്തിയും കൈ പിടിച്ച് നടക്കുന്നത് മലപ്പുറത്തെ പോലീസുകാർക്ക് പിടിക്കാൻ പറ്റുന്നു. അതെങ്ങനെയാണ്? അത് വിചിത്രമായൊരു സംഗതിയല്ലേ? അവർ പുറത്ത് കടക്കുമ്പോഴേക്ക് പോലീസ് വണ്ടി എത്തുന്നു, പിടിക്കണു. അതെങ്ങനെ സാധിക്കുന്നു? ഇതാണ് അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങളിൽ ഏറ്റവും മർമ്മമുള്ള പ്രശ്നം എന്ന് പറയുന്നത്. അതെങ്ങനെ പറ്റുക? ക്യാമറയിൽ കുടുങ്ങാത്തത് കൊണ്ടല്ലല്ലോ, ക്യാമറയിൽ കുടുങ്ങുന്നത് കൊണ്ടാണ് പിടിക്കാൻ പറ്റുന്നത്. ഇത് ഇന്നാളുടെ അടുത്ത് ഇതുണ്ട് എന്ന് ഉള്ള ഇൻഫർമേഷൻ പുറത്തു പോകുന്നുണ്ടാകാം. അപ്പോൾ പോലീസുകാരിത് പിടിക്കുന്നു, പോലീസുകാരത് വീതം വെക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന ADGP അജിത് കുമാറാണ്. ഇതാണ് അൻവർ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോലീസ് ഫോഴ്സ് തന്നെ, പോലീസ് എന്തിനാണ്? നിയമം പാലിക്കാനുള്ളതാണ്. ഇവിടെ പോലീസ് ഫോഴ്സ് എന്താ ചെയ്യുന്നത്? ഗുരുതരമായിട്ടുള്ള നിയമലംഘനത്തിന്, ക്രിമിനൽ ആക്ടിവിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്നു. ഇത് ഞാൻ പറയണല്ല, CPMൻ്റെ MLA ആയിരുന്ന ഒരാൾ MLA ആയിരിക്കുമ്പോൾ പരസ്യമായിട്ട് വിളിച്ച് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ പിണറായി വിജയൻ അതിനോട് എന്താ പ്രതികരിക്കുന്നത്? പിണറായി വിജയൻ പ്രതികരിക്കുന്നത് എന്താണ്? മലപ്പുറത്തെ സ്വർണം പിടിക്കൽ കേസുകളുടെ എണ്ണം പറഞ്ഞുകൊണ്ടാണ്. അത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക്, രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നു എന്ന ഗുരുതരമായൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ്. നോക്കി, എഗെയിൻ ഇവിടെ പിണറായി വിജയൻ മലപ്പുറത്ത് പിടിച്ച സ്വർണത്തിൻ്റെ കണക്ക് പറയുമ്പോൾ ഇത് തന്നെയാണല്ലോ അൻവറും പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് കസ്റ്റംസ് പിടിക്കാതെ പിണറായി വിജയൻ്റെ പോലീസ് പിടിക്കുന്നു, കേരള പോലീസ് പിടിക്കുന്നു? ഇതാണല്ലോ ഈ പ്രശ്നത്തിൻ്റെ മർമ്മം. അങ്ങനൊരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ മലപ്പുറത്തെ സംശയനിഴലാക്കുക, മലപ്പുറത്തെ സംശയനിഴലാക്കുക എന്ന് പറയുമ്പോൾ അത് ഇൻ എഫക്റ്റ് ഫലത്തിൽ വരുന്ന എന്താണ്? ഒരു സമുദായത്തെ സംശയനിഴലാക്കുകയാണ്. ഇങ്ങനെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അതിക്രിയകൾ, മന്ത്രിമാർ പല സന്ദർഭങ്ങളിലും മലപ്പുറവുമായി ബന്ധപ്പെട്ട് തന്നെ നടത്തിയിട്ടുള്ള പലവിധ പരാമർശങ്ങൾ, മലപ്പുറത്തെക്കുറിച്ചിട്ട് ഒരുപക്ഷെ ഒരാൾ പോലും ഉന്നയിക്കാത്ത ആരോപണം വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിക്കുന്നു. ആ വെള്ളാപ്പള്ളി നടേശന് തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രി അടക്കം ഒരു ഡസനോളം മന്ത്രിമാർ ചെന്ന് സ്വീകരിക്കുകയാണ്. ഇങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ? കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമുദായത്തെ നേർക്ക് ദിനം ദിനേ വിദ്വേഷ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ കൂടെ മുഖ്യമന്ത്രി നിരന്തരം വേദി പങ്കിടുക, നിരന്തരം അങ്ങേരെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. സ്റ്റേറ്റ് കാറിൽ, മുഖ്യമന്ത്രിയുടെ കാറിൽ അയാളെ കയറ്റി അയാളുടെ കൂടെ പരിപാടിക്ക് വരിക. ഇതാരെങ്കിലും ചെയ്യും? ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ചെയ്യും? ഒരു വിദ്വേഷ പ്രഭാഷകനെ സ്റ്റേറ്റ് കാറിൽ കയറ്റി, 1-ാം നമ്പർ സ്റ്റേറ്റ് കാർ കയറ്റിയിട്ട് പരിപാടിയിലേക്ക് കൊണ്ടുവരിക? ആരെങ്കിലും ചെയ്യുമോ അങ്ങനെ? അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയന് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണോ? അതല്ല, അത് ബുദ്ധിപൂർവമായിട്ടുള്ള ഇതാണ്. അതൊരു സന്ദേശം കൊടുക്കലാണ്, അതൊരു മെസ്സേജാണ്. എന്താണ് മെസ്സേജ്? ഇതാണ്ടേ, നിങ്ങളിങ്ങനെയൊക്കെ പ്രസംഗിച്ചാലും നമ്മൾ കൂടെ ഉണ്ട്. ഒരു മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യുമ്പോൾ അതിന് വലിയ വലിയ ആഘാതമാണുള്ളത്. ഇപ്പുറത്ത് കൊടുക്കുന്ന മെസ്സേജ് എന്താ? മുസ്ലിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? നിങ്ങൾ കിടന്നത് ബഹളം വെച്ചിട്ട് കാര്യമില്ല, മൈൻഡ് ചെയ്യാൻ പോണില്ല എന്നുള്ളതാണ്. സ്വമേധയാ ക്രിമിനൽ കേസെടുക്കേണ്ട തരത്തിലുള്ള പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്വേഷ പ്രചാരകൻ, അയാൾക്ക് കവചം ഒരുക്കുകയാണ് ഭരണകൂടം ഒന്നിച്ച്. അപ്പോൾ അത് വർക്ക് ചെയ്യും. കേരളത്തിലെ ഏറ്റവും പ്രബലമായൊരു സമുദായമാണ് ഈഴവ സമുദായം. എന്ന് മാത്രമല്ല, മൊത്തത്തിൽ ഈ പറയുന്ന മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ, വാട്സപ്പ് പ്രചാരണങ്ങൾ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെടുന്നൊരു കാലമാണ്. അപ്പം നമ്മളുടെ കൂടെ മുഖ്യമന്ത്രി ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട് എന്നൊരു സന്ദേശം നൽകുന്നതിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മുസ്ലിം വിരുദ്ധമായ ഒരു ഏകീകരണം, വോട്ടുകളുടെ ഒരു ഏകീകരണം സംഭവിക്കും എന്നായിരിക്കാം CPM കണക്ക് കൂട്ടുന്നുണ്ടാവുക. അപ്പോൾ അതിലൂടെ ഭരണം നൽകുന്നത്, അതിൻ്റെ ഏറ്റവും ഒരു ടെസ്റ്റ് ഡോസ് വരാനിരിക്കുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്.
അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ അതിൽ ഈ പറയുന്ന വിശാലമായ രാഷ്ട്രീയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വലിയ തോതിൽ വരില്ല. അത് പ്രാദേശികമായിട്ടുള്ള സംഗതികളാണ് കൂടുതലായിട്ട് വരിക. അത് പിണറായി വിജയൻ്റെ പോലീസ് നയമോ അല്ലെങ്കിൽ വേറെ സംഗതികളോ ഒന്നുമല്ല അതിലുണ്ടാവുക. അത് എന്ന് മാത്രമല്ല, പ്രാദേശികമായിട്ട് നടക്കുന്ന തിരഞ്ഞെടുപ്പായതുകൊണ്ട് ഭയങ്കര സങ്കീർണമാണ്. ഒരുപാട് പതിനായിരക്കണക്കിന് സ്ഥാനാർത്ഥികളുണ്ടാവും, പതിനായിരക്കണക്കിന് വാർഡുകളുണ്ടാവും. അപ്പോൾ അതിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും മികച്ച സംഘടനാ സംവിധാനമുള്ളൊരു പാർട്ടിയാണ്. UDF എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു ലൂസായിട്ടുള്ളൊരു സംവിധാനമാണ്. അവിടെ പിന്നെ ഒരു സ്ഥാനാർത്ഥിയും ഒരു റിബലുമാണ് എപ്പോഴും ഉണ്ടാകുക മിക്ക സ്ഥലങ്ങളിലും. പിന്നെ കുറേ ആൾക്കാർ റിബലിന് വോട്ട് ചെയ്യും, കുറേ ആൾക്കാർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. അതുകൊണ്ടാണ് എപ്പോഴും പഞ്ചായത്ത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ CPM-നാണ്, LDF-നാണ് മുൻകൈ ഉണ്ടാവുക. മലപ്പുറം മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലായിടത്തും LDF-നാണ് മേൽക്കൈയുണ്ട്. ചിലപ്പോൾ കേരള കോൺഗ്രസ്സുള്ള സമയത്തും കോട്ടയത്തും UDF-ന് മേൽക്കൈയുണ്ട്. ബാക്കി എല്ലായിടത്തും എങ്ങനെയാണ്? ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ കണ്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിശ്ചയമായിട്ട് LDF-ന് സാമാന്യമായിട്ട് ഒരു രീതി വെച്ച് കഴിഞ്ഞാൽ LDF-നൊരു മേൽക്കൈ ഉണ്ടാവും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു എന്താണ് ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റും കൂടെ എന്തിലുണ്ടാവും, പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലുണ്ടാവും, വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലുണ്ടാവും. കണ്ടില്ലേ, നമ്മൾ തന്നെയാണ് ജയിക്കാൻ പോകുന്നത്, നമ്മൾ തന്നെയാണ് പിടിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 14 ജില്ലാ പഞ്ചായത്തുകൾ, അതിലെത്രയാണ് LDF, എത്രയാണ് UDF എന്നുള്ളതായിരിക്കും ഒരു പബ്ലിക് പെർസെപ്ഷനായിട്ട് വരിക. പിന്നെ എത്രയാണ് നമ്മുടെ കോർപ്പറേഷനുകൾ, 5-6 കോർപ്പറേഷനുണ്ട്. കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തൊക്കെയാണ് പൊതുവേ ചിത്രത്തിൽ വരിക. അപ്പോൾ അതിൽ സ്വാഭാവികമായും LDF-ൻ്റെ ഒരു സംഘടനാ മെക്കാനിസം ഉപയോഗിച്ചിട്ട്, CPM-ൻ്റെ സംഘടനാ മെക്കാനിസം ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഭരണം കൂടെ ഉള്ളതാണ്. പിന്നെ ഈ വാർഡ് വിഭജനം ഭയങ്കര രസമാണ്. കോഴിക്കോട് പിന്നെ ചാലപ്പുറം BJP-ക്ക് സാമാന്യം സ്വാധീനമുള്ള വാർഡാണ്. മുസ്ലിം ലീഗുകാർ പോലും അതിനെക്കുറിച്ച് പറയുന്നില്ല, അതാണ് അതിൽ കഷ്ടം. പിന്നെ 7000 ചില്ലാൻ വോട്ടാണ് അവിടെ ഉള്ളത്. അപ്പുറത്ത് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മുഗദാറുണ്ട്, അവിടെ 12,000-അടുത്താണ് വോട്ട്. എന്ന് പറഞ്ഞാൽ ഈ UDF-ന് മുസ്ലിം ലീഗിനൊക്കെ സ്വാധീനമുള്ള വാർഡുകളിൽ കുറേ അധികം വോട്ടുകളുണ്ടാവും, ഇപ്പുറത്ത് പരമാവധി കുറച്ച് വോട്ടുണ്ടാവും. അതെന്തിനാണെന്ന് അത് വേറൊരു വിഷയമാണ്. നിങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ, കൊയിലാണ്ടി നഗരസഭ, വെറുതെ പഠനത്തിന് വേണ്ടി മാത്രം വടകര മുനിസിപ്പാലിറ്റി ഒന്ന് പഠിച്ചു നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് വാർഡ് വിഭജനത്തിൽ, എങ്ങനെയാണ് ചില പ്രത്യേക വാർഡുകളിൽ വോട്ടർമാരുടെ എണ്ണം ഏറ്റവും പരമാവധി കുറഞ്ഞതും ചില വാർഡുകളിൽ പരമാവധി കൂടിയതുമാകുന്നത് എന്തുകൊണ്ടാണ്. ഒന്ന് പഠിച്ചു നോക്ക്, അപ്പോൾ മനസ്സിലാവും എന്താണ് അതിൻ്റെ പിന്നിൽ കളിക്കുന്നതെന്നുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല രീതികളിലൂടെ നിശ്ചയമായിട്ടും ഒരു മേൽക്കൈ LDF പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 2026 മറികടക്കാൻ സാധിക്കും. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യൽ എൻജിനീയറിങ്, അതാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന കാവ്യവൽക്കരണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷം എന്നൊക്കെ പറയുന്ന സംഗതി ആയിട്ട് വരുന്നത്. അപ്പം അതിലേറ്റവും വലിയൊരു ലൂസർ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗ് ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ UDF-നെ സംബന്ധിച്ചിടത്തോളം UDF പരാജയപ്പെട്ടാൽ നമുക്കറിയാം, മുസ്ലിം ലീഗിന് വലിയ മുസ്ലിം ലീഗിനായിട്ട് നഷ്ടം ഉണ്ടാകാറില്ല സാധാരണഗതിയിൽ. ചെറിയ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. മുസ്ലിം ലീഗിന് കിട്ടാനുള്ള വോട്ടും മുസ്ലിം ലീഗിനെ കുറിച്ചാണ് സാധാരണ പറയേണ്ടത്. എക്സസ് വോട്ട് ഏറ്റവും അധികമുള്ളൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആവശ്യമില്ലാത്ത വോട്ടാണ്. ഈ കൊണ്ടോട്ടി, വേങ്ങര, ഇവിടെ മലപ്പുറം, മഞ്ചേരി, എന്തിനാണ് ഇത്രയും ഭൂരിപക്ഷം? ആവശ്യമില്ലാത്ത കുറേ വോട്ടുകൾ, ജയിക്കാൻ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ എക്സസ് വോട്ടുള്ളതുകൊണ്ട് ഇവിടെ നിന്നൊന്നും സംഭവിക്കില്ല, മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരില്ല. പക്ഷേ പ്രശ്നം എവിടെ വരികയെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്കീമിലേക്ക് കേരള പൊളിറ്റിക്സ് മാറാമെന്ന് വിചാരിക്കാം. ഏത് UDF LDF എന്ന് പറയുന്ന സംവിധാനം മാറുക. LDF അടുത്ത തവണ അധികാരത്തിൽ വരുന്നു, UDF ദുർബലമാവുന്നു, BJP പ്രിൻസിപ്പൽ ഒപ്പോസിഷൻ, പ്രധാന പ്രതിപക്ഷമായി മാറുന്നു. അപ്പോൾ പിന്നെ ഈ മുസ്ലിം ലീഗ് എന്ത് ചെയ്യും? മുസ്ലിം ലീഗിന് BJPയുടെ കൂടെ പോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ CPM-ൻ്റെ ലാർജർ പ്ലാനിൽ അതുകൂടെയാണുള്ളത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആകെയുള്ള ഓപ്ഷൻ എന്താണ്? LDF-ൻ്റെ കൂടെ കൂടുക എന്നുള്ളതാണ്. BJP ബഹ്റുൽ മുസല്ല ഇട്ടാൽ നമ്മളെ പണിക്ക് കിട്ടില്ല എന്ന് CH പറഞ്ഞിട്ടുണ്ട് മുമ്പ്.
ഇതാണ് ആ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം പിന്നെ LDF അല്ലെങ്കിൽ CPM എന്താണ് അനുവദിച്ചു തരുന്നത്? അതിൽ തൃപ്തിപ്പെട്ട് LDFൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതല്ലാത്ത മറ്റൊരു പൊളിറ്റിക്കൽ ചോയ്സ് ഇല്ലാത്ത നിലയിലേക്ക് മുസ്ലിം ലീഗിനെ കൂടി മാറ്റുക എന്നുള്ളത് ഈ ലാർജർ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. അത് ഞാനതിന് കുറ്റം പറയില്ല, അതൊരു ബുദ്ധിപൂർവമായ നീക്കമാണ്. പക്ഷേ അതിനുവേണ്ടി സ്വീകരിക്കുന്ന വഴികൾ, ഇപ്പോൾ CPM ശക്തിപ്പെടുന്നു, വീണ്ടും അധികാരത്തിൽ വരുന്നു, അവർ നല്ലൊരു ഗവേണൻസ് നടത്തിയിട്ട് നല്ല ഭരണം കാഴ്ചവെച്ചിട്ട് വീണ്ടും അധികാരത്തിൽ വരുന്നു, അതെന്താ കുഴപ്പം? അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ സ്വീകരിക്കുന്ന സാമുദായികമായിട്ടുള്ളൊരു ധ്രുവീകരണം, ഒരു വിഭജനം, അത് സൃഷ്ടിച്ച് അധികാരം നേടുക എന്നുള്ള ഒരു പദ്ധതിയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് അത് വിമർശിക്കപ്പെടുന്നത്. അല്ലാതെ പക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ പെർഫോമൻസിലൂടെ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് രാഷ്ട്രീയക്കാരെന്നുള്ള നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും, പക്ഷേ എന്നെ സംബന്ധിച്ച് അത് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ അതിന് ഈ സ്വീകരിക്കുന്ന ഈ സമീപനം കേരളത്തെ അപകടത്തിൽപ്പെടുത്തുന്നതാണ്. മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ സംബന്ധിച്ച് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മുമ്പതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ മുസ്ലിം ലീഗ് അതിൻ്റെ ചരിത്രത്തിലെ 2 രസമുള്ള സംഗതിയാണത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട തിരഞ്ഞെടുപ്പാണ് 2004 തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. 2004 ലോക്സഭാ തിരഞ്ഞെടുപ്പ്. കാരണം കയ്യിലുണ്ടായിരുന്ന മഞ്ചേരി നഷ്ടപ്പെട്ടു. അത് ചിന്തിക്കാൻ പറ്റാത്തൊരു സംഗതിയായിരുന്നു. ഇത് കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിലെ മുസ്ലിം ലീഗ് കേരളത്തിലെ ഈ പറയുന്ന മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഇലക്ട്രൽ രാഷ്ട്രീയത്തിൻ്റെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായതിനു ശേഷം നേരിട്ട ഏറ്റവും മാരകമായ തിരിച്ചടിയായിരുന്നത്. പക്ഷേ അതേ തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കിയ ഇതും. കാരണം ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി അഹമ്മദ് സാഹിബ് മന്ത്രിയായിട്ട് വരും. ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടൊരു സന്ദർഭത്തെ ഏറ്റവും വലിയ ഒരു മുന്നേറ്റമാക്കി മാറ്റാൻ സാധിച്ചൊരു ചരിത്രം ലീഗിനുണ്ട്. ഞാൻ INL പറയുന്നത് നിങ്ങളിത് പഠിക്കണം. INL സംബന്ധിച്ചിടത്തോളം INL ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നേറ്റമായിരുന്നു അവർക്കൊരു മന്ത്രി ഉണ്ടായി എന്നുള്ളത്. ആ സമയത്താണ് അത് അവന്മാർ 2 കഷ്ണമായത്. ആ പാർട്ടി ഏറ്റവും ദുർബലമായത്. ഒന്ന് ആലോചിച്ച് നോക്കുക അതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഇത് മുസ്ലിം ലീഗ് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഭാഗമാകുക എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ അഹമ്മദ് സാഹിബ് ഒരു എന്താണ് സഹമന്ത്രിയാണ്, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആണ്. ഭയങ്കര സംഭവമൊന്നുമല്ല. എന്താണ് നമുക്കറിയാം ഒരു സഹമന്ത്രിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പക്ഷെ അതിന് ഭയങ്കരമായുള്ള ഒരു പ്രതീകാത്മകമായുള്ള മൂല്യം ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഭജനത്തിൻ്റെ പാപഭാരം ഏൽപ്പിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ടൊരു പാർട്ടിയാണ്. അടുപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പാർട്ടി ജവഹർലാൽ നെഹ്റു വരെ പറഞ്ഞത് നമുക്കറിയാമല്ലോ. അടുപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു പാർട്ടി. ആ പാർട്ടി ഇന്ത്യൻ ഭരണ സംവിധാനത്തിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമാകുന്ന ചരിത്രപരമായൊരു സന്ദർഭമാണ്. ഭയങ്കരമായ മൂല്യം, പ്രതീകാത്മകമായ മൂല്യമുണ്ട് അതിന്. അന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞത് നിങ്ങൾക്കറിയാം. അന്ന് എന്താണ് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ നെഞ്ചിലേറ്റ കുത്താണ് അഹമ്മദിൻ്റെ മന്ത്രിസ്ഥാനം എന്ന് VS അച്യുതാനന്ദൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഇവർക്ക് കൂടിയുള്ള സംവിധാനമാണ് UP എന്ന് പറയുന്നത്. അത് വേറെ വിഷയം. ഞാൻ മനസ്സിൽ ഒരു ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പ് തിരിച്ചടിയെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മുന്നേറ്റമാക്കി മാറ്റാൻ സാധിച്ചൊരു പ്രസ്ഥാനം കൂടിയാണ് മുസ്ലിം ലീഗ്. അപ്പം അങ്ങനെയുള്ള ഈ മുസ്ലിം ലീഗിന് ഞാൻ തുടക്കത്തിൽ പറയണത് മുസ്ലിം ലീഗിന് ഈ CPMൻ്റെ നവാസ് കൂടെ വന്നുകൊണ്ട് പറയും. ഇപ്പോൾ MSF എന്തോ വർഗീയ സംഘടനയാണ്, എന്തായാലും MSFൻ്റെ പേര് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് ഫുൾ ഫോം പറഞ്ഞാൽ മതി, ബാക്കി കഴിച്ചില്ലായി എന്ന് പറഞ്ഞല്ലോ ചങ്ങായി. അതേമാതിരി അപ്പോൾ അങ്ങനെ മുസ്ലിം ലീഗ് മാറ്റി നിർത്തപ്പെട്ട ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗിനെ രാഷ്ട്രീയ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങളാണ് എന്ന് CPM പറയാറുണ്ട്. കാരണം ആദ്യമായിട്ട് 67 ആദ്യമായിട്ട് മന്ത്രിസഭയിൽ CH ചാക്കീരി അഹമ്മദ് കുരിക്കൾ വരുന്നു.
അതിലൊരു ശരിയുണ്ട്. അതിൽ ശരിയുള്ളതോടൊപ്പം തന്നെ വേറൊരു ശരിയുണ്ട്. ലീഗുകാർ പോലും പറയാത്തൊരു സംഗതിയാണത്. ഈ CPM എന്ന് പറയുന്ന പാർട്ടി, CPI ആണല്ലോ ആദ്യം ഉണ്ടായിരുന്നത്. ആ പാർട്ടി കേരളത്തിലെ പ്രിൻസിപ്പൽ ഇടതുപക്ഷ പാർട്ടിയായി മാറിയത് എങ്ങനെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ പാർട്ടിയായി മാറിയത് എന്തുകൊണ്ടാണ്? മുസ്ലിം ലീഗിൻ്റെ പിന്തുണയുള്ളതുകൊണ്ടാണ്. കേരളത്തിൽ CPM-ന് മുസ്ലിം ലീഗിന് രാഷ്ട്രീയാഭയം നൽകിയത്, രാഷ്ട്രീയമായ അനാഥത്വം ഉണ്ടായിരുന്ന മുസ്ലിം ലീഗിനെ രാഷ്ട്രീയമായി സനാഥമാക്കിയത് CPM ആണെന്ന് പറയുന്നതിൽ എന്ത് ശരിയുണ്ടോ അതേപോലെ ശരിയാണ് കേരളത്തിൽ CPM-നെ പ്രധാനപ്പെട്ട ഇടതുപക്ഷ പാർട്ടിയാക്കി മാറ്റുന്നതിൽ, അല്ലെങ്കിൽ CPI-യേക്കാൾ മേലെ CPM-നെ നിലനിർത്തുന്നുള്ള പങ്ക് മുസ്ലിം ലീഗിനുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടും കൊടുത്തും പോകുന്നൊരു സംഗതിയാണ്. പരസ്പരം മുന്നണി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു കൂട്ടർക്ക് മാത്രം ഉപകാരം, ഒരു കൂട്ടർക്ക് മാത്രം നഷ്ടം, അങ്ങനെ ഉണ്ടാവില്ല. അതാണ് ഇന്ത്യയിൽ തന്നെ മുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്നൊരു കല വികസിച്ച് വന്നൊരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിന് പുറത്ത് ഇത്രയും മനോഹരമായ മുന്നണി രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിൻ്റെ സാമൂഹിക സമതുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ UDF, LDF എന്ന് പറയുന്ന ഈ മുന്നണി സംവിധാനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അത് ഒരു നിസ്സാര കാര്യമല്ല. BJP എന്ന് പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തെ മാറ്റി നിർത്തുന്നതിലും ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഇതാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ തന്നെ അടിപടലം മാറുക എന്നുള്ളതായിരിക്കും 2026 ഈ പറഞ്ഞ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് സംഭവിക്കുന്നത്. അല്ലാതെ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരുന്നതിന് ആർക്കാ നഷ്ടം, അല്ലെങ്കിൽ എന്താ പ്രശ്നം? അങ്ങനെയല്ല. ഇത് കേരളത്തിൻ്റെ ഒരു സാമൂഹിക ഘടനയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് വളരെ വൈകാരികമായി ഉമേഷ് ബാബു അതേക്കുറിച്ച് നിങ്ങളോട് അവസാനം സംസാരിച്ചത്. വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണത്. അപ്പോൾ നമ്മൾ ഈ CPM-ൻ്റെ കാവ്യവൽക്കരണം എന്ന് പറയുന്നതിൽ പ്രശ്നം അതാണ്. 2026 ഒരു പ്ലാൻ, ഒരു ഗ്രാൻഡ് ഡിസൈൻ, ഒരേ സമയം RSS ഹിന്ദുത്വ ബ്രിഗേഡിനുള്ളൊരു ഡിസൈനുണ്ട്, CPM-നുള്ളൊരു ഡിസൈനുണ്ട്. ഈ രണ്ട് ഡിസൈനും ഒരു പോയിന്റിൽ വന്നു നിൽക്കുന്നു എന്നൊരു പ്രശ്നമാണ് അതിനകത്ത്. ഇതിനെ UDF-കാർ എത്ര അളവിൽ മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് വളരെ കേരള രാഷ്ട്രീയത്തിനല്ല, കേരള സമൂഹത്തിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. അതിലിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രീയമായി പ്രതിരോധിക്കുക എന്നുള്ളതേ അതിൽ വഴിയുള്ളൂ. നിരന്തരം നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്, അത് ഇങ്ങനെ നിരന്തരം ജനങ്ങളോട് പറയുക, ജനങ്ങളോട് സംസാരിച്ച്. ഇപ്പോൾ ഫലസ്തീനെ കുറിച്ച് നമ്മൾ പറയുമല്ലോ, പിന്നെ ഇപ്പോൾ ഫലസ്തീനെ കുറിച്ച് ഇവിടെ പ്രകടനം നടത്തിയിട്ട് എന്താ കാര്യം എന്നൊക്കെ ആൾക്കാർ ചോദിക്കും. ഇന്നിപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ടൊരു ദിവസത്തിലാണ് നിൽക്കുന്നത്. 2 കൊല്ലമായിട്ട് ലോകത്തിലെ ഏറ്റവും അണുവായുധം ഒഴികെയുള്ള സർവായുധങ്ങളും നിസ്സഹായരായ മനുഷ്യർക്ക് മേലെ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുക. 6 ഹിരോഷിമയിലിട്ട ബോംബ് ഇട്ട് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ മനുഷ്യർക്ക് വേണ്ടി ലോകം മുഴുവൻ ശബ്ദമുയർന്നു. അവസാനം ഇവർക്ക് ഇത് നിർത്താം, ചർച്ച നടക്കുകയാണ്. ആരാടാ ചർച്ച നടക്കുന്നത്? ഇല്ലാതാക്കും, ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് നടന്നതിന് ടീം ആ ഹമാസ് നേതാക്കളായിട്ട് ചർച്ച നടത്തുകയാണ് ഹോട്ടലിൽ. ആ അവസ്ഥയിലേക്ക് ലോകം മാറിയത് എന്തുകൊണ്ടാണെന്നറിയോ? ഫലസ്തീനികളിൽ ആയുധം ഉണ്ടായിട്ടല്ല, ജനങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. ലോകമെങ്ങും ജനങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരുന്നു, ഫലസ്തീനു വേണ്ടി സംസാരിച്ചു കൊണ്ടേയിരുന്നു, പാട്ടുപാടിക്കൊണ്ടേയിരുന്നു, മുദ്രാവാക്യം വിളിച്ചുകൊണ്ടേയിരുന്നു, പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ടൊരു ശക്തിയാണ്. ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുക. എന്താണ് നടക്കുന്നത്, എന്താണ് യാഥാർത്ഥ്യം, എന്താണ് വസ്തുത, അത് എന്തോ ഒരു പാഴ്പണിയാണ്, വെറും പണിയാണ്. നമ്മളിപ്പോൾ കോഴിക്കോട് ബീച്ചിൽ പ്രകടനം നടത്തിയിട്ട് എന്താ കാര്യം? അല്ല നമ്മളിപ്പോൾ വാഴക്കാട് ഇങ്ങനെ നടത്തിയിട്ട് എന്താ കാര്യം? ആ പറയുന്നൊരു അർത്ഥമില്ല. ജനങ്ങളുമായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, ആശയങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളത് വളരെ 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 പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. ആ നിലക്ക് നിങ്ങളുടെ ഒത്തുചേരൽ പ്രധാനമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.